അങ്ങനെ നമ്മുടെ കുട്ടീസ് ഓണക്കോടിയൊക്കെ ഇട്ട് പൂക്കളൊക്കെ നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. ഓണസദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഉമ്മച്ചി മേശയിൽ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വേഗം ചെന്ന് പായ വിരിച്ച് വാഴയിലൊക്കെ ഇട്ട് തേന ഓരോ വിഭവങ്ങളായി വിളമ്പി ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേന ചുച്ചുകുട്ടിക്കും ബിപ്പിക്കുട്ടിക്കും നിന്നസിനൊക്കെ ആദ്യം ചോറ് വാരി തിന്നെങ്കിലും പിന്നെ വാരി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ വാരി കൊടുത്തു. കുറച്ച് കഴിച്ച് നമ്മുടെ ചുച്ചുകുട്ടി അവിടെ നിന്ന് എണീറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദീന ഇനി അടുത്തത് എൻ്റെ ഊഴാണ്. അങ്ങനെ ദീന നമ്മുടെ വിഭവ സമൃദ്ധമായ സദ്യ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കറികളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 14 തരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പായസം അടക്കം 2 തരം പായസം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. ബാക്കി എല്ലാ സംഭവങ്ങളും വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ സദ്യയിൽ എത്ര വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.